എനിക്ക് നഷ്ടം എന്ന് തോന്നിയിട്ടുള്ള മനുഷ്യൻ. അദ്ദേഹത്തിന് ഞങ്ങളെ ചെറുപ്പത്തിൽ ഞാൻ സൈക്കിളൊക്കെ ആവശ്യപ്പെട്ടാൽ ചുറ്റോടുള്ളവർക്ക് സൈക്കിളൊക്കെ ഉണ്ടല്ലോ, ഒരു സെക്കൻഡ് ഹാൻഡ് പോലും വാങ്ങിത്തരാൻ കഴിഞ്ഞില്ല. പിന്നെ ഞാൻ മനസ്സിലാക്കി അവസാനം എന്നെ തൃപ്തിപ്പെടുത്താൻ എനിക്കൊരു സൈക്കിൾ പീടിയെന്ന് ഒരു വീലില്ലേ അത് വാങ്ങി തന്നു. ആ അപ്പം പുള്ളി ഞാനിത് ഉരുട്ടിക്കൊണ്ട് എല്ലായിടത്തും പോകും, അപ്പം എല്ലാവരും കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെ. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ അന്ന് ഒരുപാട് വേദനിച്ചിട്ടുണ്ടാവും. എൻ്റെ മോനെ എനിക്ക് ഇത് ചെയ്തു കൊടുക്കാൻ പറ്റിയില്ല, പക്ഷെ ജീവിതത്തിൽ ചെയ്തു തരാൻ പറ്റിയ എല്ലാം ചെയ്തു തന്നിട്ടുണ്ട് പുള്ളി. ആ അത് ഭയങ്കര മിസ്സിങ്. അത് കഴിഞ്ഞ് എനിക്കൊരു നല്ല കാലം അവരുടെയൊക്കെ അനുഗ്രഹം പ്രാർത്ഥന കൊണ്ട് പഠിച്ചോൻ തന്നല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ മോന് നല്ലൊരു മേഖലയിലല്ലോ ഉള്ളത്. അപ്പോൾ അവൻ പോയി ഒരു വാടക വണ്ടിയിലോ ബസ്സിലൊക്കെ പോയി ഇറങ്ങുമ്പോൾ ഒരു സുഖമില്ല. ഒറ്റ മിനിറ്റ്. അപ്പോൾ ഉണ്ടായ എനിക്ക് തോന്നിയ ഒരു സംഭവമാണ് അത്. അദ്ദേഹം എനിക്ക് സാധിച്ചെന്ന പോലെ അദ്ദേഹത്തിന് വേണ്ടി ഞാൻ എൻ്റെ മകന് ഒരു വണ്ടി നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാനും പറ്റും. അവന് ഞാനില്ലാത്ത സമയത്ത് അവൻ്റെ ഉമ്മാനും പെങ്ങന്മാരൊക്കെ കൊണ്ടുപോകാനും ഒക്കെ അവനൊരു പ്രസ്റ്റേജ് ഉണ്ടാവട്ടെ അവന്റെ ലൈഫിൽ, ഒരു സമാധാനമായിട്ട്. അങ്ങനെ വന്നതാണ്. ഭയങ്കര ഫ്രീഡം ഉള്ള ഒരു പേരൻസ് ആണോ നിങ്ങൾ രണ്ടുപേരും? കാരണം എന്താ പറയുക, എനിക്ക് എൻ്റെ ഉപ്പ അങ്ങനെയാണ് തന്നിട്ടുള്ളത്. എൻ്റെ ഉപ്പ ഈ പറഞ്ഞ പോലെ നീ പാടാൻ പോകണ്ടെന്നോ അല്ലെങ്കിൽ പാട്ടൊരു തെറ്റായ കാര്യമെന്നോ അല്ലെങ്കിൽ അങ്ങനത്തെ മേഖലയിൽ ഇറങ്ങിയാൽ എൻ്റെ മോൻ പിന്നെ നരകത്തിൽ പോകുന്നോ ഒന്നും പറഞ്ഞ് ഭയപ്പെടുത്താനൊന്നും നിന്നിട്ടില്ല. മനസ്സ് നന്നാക്കുക, മറ്റുള്ള നമ്മളെ എന്ത് സന്തോഷവും നമുക്ക് ലോകത്തോട് പറയാം, പക്ഷെ മറ്റുള്ളവർക്ക് ഉപദ്രവമാകുന്ന സന്തോഷം പോലും സമൂഹത്തിലേക്ക് കൊണ്ടുവരരുത്. ഇത്രയൊക്കെ പുള്ളി പറഞ്ഞു. പിന്നെ 10 രൂപക്ക് പണിയെടുത്താൽ 2 രൂപ നമ്മളതല്ല, മറ്റുള്ളവർക്ക് കൊടുക്കണം എന്നല്ല പറയുന്നത്, നമ്മളതല്ല എന്ന് പറയുന്നത്, നമുക്ക് അവകാശപ്പെട്ടതല്ല. അതാണ് സക്കാത്ത് എന്ന് പറയുന്നത് ഇസ്ലാമിലുള്ള എനിക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാര്യം ഇഷ്ടപ്പെടുന്നത്. ഈ അസ്സലാമു അലൈക്കും പറയും പോലെ നിങ്ങളുടെ പേരിൽ രക്ഷ ഉണ്ടാവട്ടെ എന്ന് പറയുന്നത്. പിന്നെ ഞാൻ പഠിച്ച പ്രത്യയശാസ്ത്രത്തിൽ എനിക്ക് ആത്മാഭിമാനമുള്ളൊരു സാധനം അസ്സലാമു അലൈക്കും. അതുപോലെ ഒരു കാര്യമാണ് നമ്മൾ അധ്വാനിക്കുന്നതിൽ നിന്ന് ഇത്ര ശതമാനം നമ്മളതല്ല, മറ്റുള്ളവർക്ക് അവകാശപ്പെട്ടതാണ്. നല്ല കാര്യം. ഇതൊക്കെയാണ് എൻ്റെ ഉപ്പ എന്നോട് പഠിപ്പിച്ചത്. അല്ലാതെ നീ പാടാൻ പോകണ്ട, നീ ഇന്ന മേഖലയിൽ പോകണ്ട, അവിടുന്ന് പിഴച്ചു പോകുന്നു എന്നോട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ പുള്ളി എനിക്ക് ഏറ്റവും നല്ലൊരു സപ്പോർട്ടായിരുന്നു. പക്ഷെ നമ്മളെ നല്ല കാലത്ത് 2-2.5 വർഷം കിട്ടിയുള്ളൂ, പോയി. മുകളിലിരുന്ന് എല്ലാം കാണുന്നുണ്ടോ ഉപ്പ? അല്ലെ ഉപ്പനെ ഈ ഒരു നമ്മളെ അകത്തുണ്ട് ഞാൻ വിശ്വസിക്കുന്നു. നമ്മളെ അകത്തേക്കാണ് അവര് ശരിക്കും ചെല്ലുന്നത്. അവര് അസ്തമിച്ചങ്ങ് പോവല്ല, നമ്മുടെ അകത്തേക്ക് പോകുന്നതാണ്. ആ ഉത്തരവാദിത്വം കൂടി നമ്മളിലുള്ള അവരെ പിന്നെ പ്രതിനിധീകരിച്ച് പോവുക, കുടുംബത്തിനെ അവര് നോക്കിയ പോലെ നോക്കാൻ ശ്രമിക്കുക. അങ്ങനെ ഇക്ക പണ്ടും ഒരുപാട് റൂമേഴ്സ്, ഇപ്പൊ ഈ ആൽബത്തിൽ അഭിനയിക്കുമ്പോ ഇപ്പൊ കെട്ടിയതിന് ശേഷം വൈഫിനോട് ഇവൻ അവളായിട്ട് സെറ്റാണ്, പക്ഷെ കുറച്ചു കാലം കഴിഞ്ഞപ്പോ കൈരളി ടിവിയുടെ ഏതൊരു സീരീസിന് വേണ്ടി ഒരു കഴിഞ്ഞല്ലോ പ്രൊമോഷൻ ഇറങ്ങിയപ്പോ കൊല്ല ഷാഫിയൊക്കെ 2ാമത് വിവാഹിതനായിരിക്കുന്നു. ആ പാവം പെൺകുട്ടി ആ കുട്ടിയാണ് അതിന്റെ അങ്ങനത്തെ ഒരു പ്രത്യേക പേര് വരുന്നല്ലോ ആ മോള്. പാവം അതിപ്പോ കോട്ടയത്ത് അങ്ങോട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ നാട്ടിനടുത്താണ്. എന്നിട്ട് അതിന്റെ അച്ഛൻ എന്നോട് വന്ന് പറയാ, കല്യാണ വീട്ടിൽ നിന്നൊക്കെ ചിലർക്ക് എന്നോട് ചോദിക്കണ്ടേ, എന്നിട്ട് ഞാൻ അങ്ങോട്ട് പോയിട്ട് അവരോട് പറഞ്ഞു നിങ്ങൾ ഇന്നതല്ലേ ചോദിക്കാൻ വന്നത്. ആ ഒരു പ്രൊമോ ഭയങ്കരമായിട്ട് അതെന്താ പറഞ്ഞാല് ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3-4 കാരണങ്ങളെ കൊണ്ട് അസൂയാലുക്കളായ കുറച്ച് ആൾക്കാർക്ക് എന്തെങ്കിലും നെഗറ്റീവ് കേൾക്കണം, എന്നിട്ട് അതൊന്ന് ആഘോഷിക്കണം. അവര് കേട്ട പാതി കേൾക്കാത്ത പാതി ഇത് അതിൽ അവർക്കും കൂടെ ചേർക്കാൻ പറ്റുന്ന ക്യാപ്ഷൻ കൂടി എഴുതി അങ്ങ് വിടുക. അതുകൊണ്ടാണ്. അല്ലാതെ നമ്മളെ ഇങ്ങനത്തെ ഒരുപാട് കേട്ടിട്ടാണ്. എൻ്റെ വൈഫിന്റെ അടുത്ത് ഇപ്പോഴായാലും ഇപ്പം ചെലവാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആരും അധികം പറയില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാത്ത സമയത്ത് ഉപദേശം പോലെ, മോളെ ഇങ്ങനെ വിട്ടു കഴിഞ്ഞാൽ അവർ അങ്ങനെ ആയിപ്പോവും. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പ്രണയ രോഗമുള്ള ഒരാളും കൂടിയാണല്ലോ, ഓൾറെഡി ഒരു പ്രേമം നഷ്ടപ്പെട്ട ഒരാള്. അപ്പൊ നല്ല നല്ല പെൺകുട്ടികളുടെ കൂടെ അഭിനയിക്കാൻ ചാൻസ് കിട്ടുമ്പോ മനസ്സൊന്ന് അങ്ങോട്ട് പോയി പോവോ, ആ പേടി എന്തായാലും ഭാര്യമാർക്ക് എല്ലാരും ആർട്ടിസ്റ്റുകളും
ഭാര്യമാർക്ക് ഉണ്ടാവും. അപ്പോ ആ പേടിയിലേക്ക് പെട്രോൾ ഒഴിക്കുകയാണ് ഇവരെ പരിപാടി. അത് പിന്നീട് പോകെ ഒക്കെ മനസ്സിലായി. ഞാൻ പലപ്പോഴും അവളോട് നല്ല കാലത്ത് തന്നെ ചോദിച്ചിട്ടുണ്ട്, ഞാൻ ഈ പരിപാടി നിർത്തട്ടെ റജില, നിനക്ക് സമാധാനമായിട്ട് ജീവിക്കാലോ. അപ്പൊ എന്നോട് പറഞ്ഞ നമ്മളെ മക്കള് ഞാനിത് നിർത്തിക്കാൻ ഞാൻ എഡ്യൂക്കേറ്റഡ് അല്ല, 10ാം ക്ലാസ് പൊരുതി തോറ്റ മനുഷ്യൻ. എനിക്ക് എവിടെ പോയി എന്ത് ജോലിയായി ചെയ്യാൻ പറ്റുക? നാടൻ പണിയെടുക്കണം. അതിൽ നിന്നുള്ള വരുമാനത്തിൽ ഞാൻ വളർന്ന പോലെ എൻ്റെ മക്കള് വീണ്ടും ഈ കണ്ട ദാരിദ്ര്യവും കണ്ട് വളരണ്ടേ? അവർക്ക് ഒരു അംബീഷൻ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്നും ചെയ്തു കൊടുക്കാൻ പറ്റാണ്ടാവും. അവരൊരു ഫ്യൂച്ചർ ബ്രൈറ്റ് ആവണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് തുടങ്ങി അവർക്ക് വേണ്ടി എന്തെങ്കിലും സേവിങ്സ് ഉണ്ടാവണം. അല്ലെ അവർ ഇപ്പൊ ആഗ്രഹിക്കുന്ന പോലെ എന്തെങ്കിലും ഒരു മുട്ടായി നല്ല വാങ്ങിച്ചു കൊടുക്കണം, നല്ല വസ്ത്രം വാങ്ങിച്ചു കൊടുക്കണം. അപ്പൊ എനിക്ക് പഠിച്ചോൻ തുറന്നു തന്ന വലിയൊരു വഴിയാണ് കലാമേഖല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതെന്തിനാണ് ഇവർക്കൊക്കെ വേണ്ടി നിർത്തുന്നതെന്ന് തിരിച്ചു ചോദിച്ച ആളാണ് എന്റെ ഭാര്യ, ഉമ്മയങ്ങ്. അതെ, ഞാൻ പലതവണ പല ഇൻസൾട്ടിങ്ങും ഈ മേഖലയിൽ നേരിട്ടിട്ട് പോയി കരഞ്ഞിട്ടുണ്ട് ഉമ്മാരുടെ അടുത്തൊക്കെ. എനിക്ക് ഈ ടെൻഷൻ വല്ലാണ്ട് പേറാൻ കഴിയില്ല. അതെ, കൂട്ടുകാരെ മുന്നിലോ വീട്ടുകാരെ മുന്നിലോ ഒക്കെ എപ്പോഴെങ്കിലും പൊട്ടിപ്പോവും. എന്നാലേ തീരുള്ളൂ, അല്ലെ ഇവിടെ കിടക്കും. ഇപ്പം ഈ ഒരു ന്യൂസ് കേട്ടതിന് ശേഷം ഇക്കാണ് എന്റെ ഫസ്റ്റ് ഗസ്റ്റ്. അതുകൊണ്ട് ഞാൻ ചോദിക്കാണ്, ഇപ്പൊ ഈ അടുത്തിടെ ഇപ്പൊ കുറച്ച് ട്രെൻഡിങ് എന്ന് ഞാൻ ഉപയോഗിക്കാൻ കാരണം ലൈക്ക് ഇപ്പൊ ബസ് യാത്ര പണ്ടൊക്കെ എന്ന് വെച്ചാൽ ഇക്ക ഇപ്പൊ വണ്ടി ഇതൊന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ നിങ്ങൾ ബസ്സായാലും ലോറി ആയാലും ഇടിച്ചും കയറിയൊക്കെ അതെ ഇപ്പോഴും പോകുന്ന ആൾക്കാരാണ്. ഇപ്പൊ ബസ് യാത്ര ചെയ്യുമ്പോൾ ആണുങ്ങൾക്ക് പ്രത്യേകം ഭയങ്കര പേടിയാണ്. ചില റീലൊക്കെ കാണുന്നുണ്ട്, ചിലതൊക്കെ സത്യമായിരിക്കും. ഇപ്പൊ സത്യം പറഞ്ഞാൽ പോലും ഒരു എന്താ പറയാ, മൊത്തത്തിൽ ആ ഒരു കാറ്റഗറി ഇത് ഫേക്ക് എന്നൊരു രീതിയിൽ ചുമ്മാ ഒരു ട്രെൻഡ് ആവാൻ വേണ്ടി സോഷ്യൽ മീഡിയയിൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ ഒരു സഹോദരന്റെ നിസ്സഹായാവസ്ഥ. ഒരു ബസ്സില് നിങ്ങൾ എത്ര നല്ല വോൾവോ ബസ് മറ്റേതായിക്കോട്ടെ, റോഡ് അതിനനുസരിച്ച് അല്ലെങ്കിൽ ഒരു ബസ്സിൽ ആർക്കാണ് സ്റ്റേബിൾ ആയിട്ട് ഇങ്ങനെ വടി പോലെ നിൽക്കാൻ പറ്റുക? ഇല്ല. ഒരു ആട്ടം എല്ലാ മനുഷ്യന്മാരിലും ഉണ്ടാവും. നിൽക്കുകയാണെങ്കിൽ സ്റ്റാൻഡിങ് ആണെങ്കിൽ ഉറപ്പാണ്. ഇവര് ഇരുന്നിട്ട് വീഡിയോ എടുത്തിട്ട് അവർക്ക് അത് ശരിയായില്ലെന്ന് മനസ്സിലായപ്പോ ഇറങ്ങാൻ ആ പുള്ളി മുന്നോട്ടുണ്ട്, അവിടെ നിൽക്കും. ആ ആളുടെ കൈയിന്റെ മുട്ടിന്റെ അടുത്ത് ഇവൾ പോയി നിൽക്കല്ലേ ചെയ്യുന്നത്. സത്യം നിങ്ങൾ ആ വീഡിയോ കാണും. എന്നിട്ട് അതിനെ സൂം ചെയ്തിട്ട് സ്ലോമോ ആക്കുകയാണ്. ഈ സ്ലോ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു മൂമെന്റും കുറെ നേരത്തേക്ക് സംഭവിച്ച പോലെ തോന്നും. ഒരു ഫ്രാക്ഷൻ സെക്കൻഡ്സ് അത് പറയില്ലേ, ഇങ്ങനെ പോയ സംഭവം അത് പുള്ളി അറിഞ്ഞോണ്ടേ ചെയ്തതല്ല നമുക്ക് മനസ്സിലാവും. നമുക്ക് ആ വീഡിയോ കണ്ടാൽ സാധാരണ അന്നം കഴിക്കുന്ന മനുഷ്യന്മാർക്ക് മനസ്സിലാവും. ഈ ഒരു സംഭവം കൊണ്ട് എന്നെ പോലെ ഒരാളായിരുന്നെങ്കിൽ, ഞാൻ പറയാം എന്റെ അവസ്ഥ ആയിരുന്നെങ്കിൽ അതിനെതിരെ ആക്ഷൻ എടുക്കാൻ ഞാൻ നിയമപരമായിട്ട് പോവുക. എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ആ പെണ്ണിന്റെ പിന്നാലെ കൂടിയിട്ട് ഞാൻ അതിന് പരിഹാരം കാണുന്നു. പുള്ളിക്കാരൻ നിഷ്കളങ്കനായിരുന്നു ആ കൂട്ടുകാരുടെ സംസാരവും. ആ അമ്മ കരയുന്ന കണ്ടിട്ട് കരയാത്ത ഒരു മലയാളി ഉണ്ടാവില്ല. അയ്യോ, ആ അമ്മ കരയുന്ന കണ്ടിട്ട് ചങ്ക് പൊട്ടിപ്പോയി എനിക്ക് ആ വീഡിയോ കണ്ടിട്ട്. അത്രയും ദയനീയമായ ഒരു കുടുംബനാഥനെ ഇല്ലാണ്ടാക്കിയിട്ട് ഇവരെന്ത് നേടി? എല്ലാ സ്ത്രീകളും മോശക്കാരികളോ അല്ലെങ്കിൽ എല്ലാരും പറയുന്ന പരാതി കളവോ അല്ല, സത്യസന്ധമായ പരാതികൾ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ എനിക്കിപ്പോഴും പറയാനുള്ളത്, ഈ ട്രോമ എന്ന് പറയുന്ന സ്റ്റേജ് എന്തിനാണ് സ്ത്രീകൾ അതും വെച്ചുകൊണ്ടിരിക്കുന്നത്? അന്തസ്സായിട്ട് ഒരു കുടുംബത്തിൽ പറഞ്ഞ പെൺകുട്ടികൾ പലരും സ്പോട്ടിൽ പ്രതികരിച്ച് എന്റെ അനുഭവത്തിൽ ഇഷ്ടം പോലെ ഉണ്ട്. എന്റെ മൂത്ത പെങ്ങളെ ബസ്സിൽ നിന്ന് മോശമായിട്ട് ഒരാൾ പെരുമാറിയിട്ട് ബസ് അവിടെ നിർത്തിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. അവള് നോക്കണം, അത് അവിടെ ഇത്രയും ജനമില്ലേ, ഇത് അയാൾ അങ്ങനെ മിസ്ബിഹേവിങ് ചെയ്തെങ്കിൽ ഈ നാട്ടുകാർ മുഴുവൻ കാണുന്ന ഈ സാധനത്തിൽ കൊടുക്കുന്നതിന് ബദൽ പോട്ടെ, ആ ബസ്സിൽ നിന്ന് ഇറങ്ങി അത് കഴിഞ്ഞൊരു പരാതി ഒക്കെ എടുത്ത് അതിന്റെ പേരിൽ ഇത് തെറ്റോ ശരിയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടൊക്കെ നോക്കണ്ടേ? ഇതിപ്പോ എന്താ ഉണ്ടായേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ തരത്തില് മോശം കാണിക്കുന്നത് ചിലപ്പോ ഈ നിയമം കൊടുക്കുന്ന ആനുകൂല്യം കൊണ്ടായിരിക്കും. ഞാൻ ആസിഫ് അലിന്റെ ഒരു പടം കോട്ട് ചെയ്തുകൊണ്ട് പറയാം. എന്തായിരുന്നു ആ പടത്തിന്റെ പേര്? ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ പടം ആഭ്യന്തര കുറ്റവാളി. അദ്ദേഹം ആ കഥാപാത്രം പറയുന്ന ഒരു ഡയലോഗ് ജഡ്ജിനോട്, സാർ ഇത് സ്ത്രീകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നിയമമാണ്, അല്ലാതെ പുരുഷന്മാരെ ഹരാസ് ചെയ്യാനുള്ളതല്ല, അവരുടെ ജീവിതം നശിപ്പിക്കാനുള്ളതല്ല എന്ന് പറയേണ്ടി വരും സാർ, അതൊന്ന് പറഞ്ഞു കൊടുക്കണേ. ഒന്ന് ആലോചിക്കുക. നമ്മൾ ആർട്ടിക്കിൾ ഇത്ര നമ്പറും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു നിയമം എന്ന് വെച്ചിട്ട് പിന്നെ പുരുഷന്മാര് മുഴുവൻ അപരാധികളായി പോവുകയാണോ? ഇവിടെ ഇന്നത്തെ കാലത്ത് എന്തെല്ലാം സംഗതികളുണ്ട് തെളിവിന് വേണ്ടിയിട്ട്, എന്തെല്ലാം സംഭവമുണ്ട്. ഈ സ്പോർട്ടിൽ പ്രതികരിക്കുക. എന്റെ പെൺകുട്ടികൾ, എനിക്ക് 2 പെൺകുട്ടികളുണ്ട്. എന്റെ പെൺകുട്ടികളുടെ ഞാൻ പറഞ്ഞ ഗുഡ് ടച്ചും ബാഡ് ടച്ചും വളരെ ചെറുപ്പത്തിൽ നമ്മൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്.
അതുപോലെ ലുക്കിനെ കുറിച്ചും ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും അസ്വസ്ഥമായ സംഭവങ്ങൾ ആരുടെങ്കിലും വാക്കാലോ നോക്കാലോ പ്രവൃത്തിയാലോ ഉണ്ടായാൽ അവിടെ പ്രതികരിക്കണം. ഇത് 6 മാസം കഴിഞ്ഞിട്ടും 5 കൊല്ലം കഴിഞ്ഞിട്ടൊക്കെ ഒരാള് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വരിക. അതെങ്ങനെ പീഡനാണ്? ഒരാളുടെ കൂടെ ഉഭയകക്ഷി സമ്മതപ്രകാരം എല്ലാ നിലക്കും സഹകരിച്ചതിന് ശേഷം കുറെ കൊല്ലം കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഞാൻ റോമയിലായിരുന്നു, ഇപ്പോഴാ ബോധം വന്ന്, ഇന്ന ആള് അപ്പോഴത്തേക്ക് അയാള് കുറച്ച് ഹൈപ്പിലെത്തിയിട്ടുണ്ടാവും. അങ്ങനത്തെ ആളുകളെ മുഴുവൻ, അതായത് ഒരു ഉന്നതിയിൽ ഒരു മനുഷ്യൻ കയറിപ്പോവാണ്, അത് രാഷ്ട്രീയത്തിലായാലും കലാരംഗത്തായാലും ഒക്കെ, അവരെ കുടുംബസമേതം എങ്ങനെ നാറ്റിക്കാൻ പറ്റുമോ? അത് പണ്ടേ ചരിത്രങ്ങൾ എടുത്തു നോക്കിയാൽ ഈ പരിപാടി കുറച്ച് പെണ്ണുങ്ങൾ ചെയ്യുന്നുണ്ട്, കുറച്ച്. അല്ലാതെ സമൂഹത്തിൽ എല്ലാവരും ഇല്ല. മാന്യമായി ജീവിക്കുന്നവര് വലിയ ശതമാനം ഇപ്പുറത്തുണ്ട് നല്ല പോലെ. അവര് ഈ പറഞ്ഞ പോലെ പ്രതികരിക്കും. ഇതുകൊണ്ടുണ്ടായ ഒരു നഷ്ടം ആർക്ക് നികത്തി കൊടുക്കാൻ പറ്റും? ഇനി ഈ പെണ്ണിന്റെ അവസ്ഥ എന്തായിരിക്കും സമൂഹത്തിൽ കണ്ടറിയണ്ട. ഇനി പ്രതികരിക്കുന്ന മനുഷ്യന്മാർ ഒരുപാടില്ലേ? ഇവിടുത്തെ നിയമം ശരിയായ നടപടി അവർക്കെതിരെ എടുത്തിട്ടില്ലെങ്കിൽ പൊതുജനങ്ങൾ തീർച്ചയായിട്ടും അവർക്കാവുന്ന രീതിയിൽ സമരവും മറ്റുമായിട്ട് മുന്നോട്ട് പോകുന്ന ഉറപ്പാണ്. വളരെ സങ്കടകരം, വളരെ ലജ്ജാവെന്നൊക്കെ പറയണം. ഒരിക്കലും ചെയ്യാൻ പാടില്ല അവരത്. മനസാക്ഷി ഉള്ള ഒരു മനുഷ്യൻ, പാവം മനുഷ്യനായതുകൊണ്ട് അയാള് ആത്മഹത്യ തിരഞ്ഞെടുത്ത്. ആലോചിക്കുക, ഞാൻ ഇത്ര നിഷ്കളങ്കനായി ജീവിച്ച ഒരു ലോകത്ത് എനിക്ക് ഇങ്ങനെ നേരിടേണ്ടി വന്നാൽ ഞാൻ ഇനി എന്തിന് എന്നുള്ള ചോദ്യമാണ് അയാളെ കൊണ്ട് ചെയ്യിച്ചിട്ടുണ്ടാവുക. സത്യം സത്യം. കാരണം അച്ഛനും അമ്മയൊക്കെ ഏജ്ഡ് ആയിട്ടുള്ള 2 വ്യക്തികളാണ്. അങ്ങനെ നോക്കുമ്പോ മകൻ ഇങ്ങനെ ഒന്ന് അറിയില്ല. ഇന്നത്തെ ന്യൂസുകളിലെല്ലാം ഭയങ്കര പറഞ്ഞ പോലെ നമ്മളെയൊക്കെ ഭാര്യന്റെ അടുത്ത് പലരും പോയി പലതും പറയുന്നത്, അത് തന്നെ പഠിച്ചോനെ കൺവിൻസ് ചെയ്തിട്ട് ഞാൻ കുടുങ്ങുമെന്നുള്ള രീതിക്ക് ഞാൻ ന്യായീകരണത്തിന് ഒന്നിനും പോലില്ല. ഞാൻ എപ്പോഴും എന്റെ പല സുഹൃത്തുക്കളും എന്നോട് അവിടുന്ന് ഇങ്ങനെ കേട്ടു ഇവിടുന്ന് ഇങ്ങനെ കേട്ടു എന്ന് പറയുമ്പോൾ ഞാൻ പറയും, നിങ്ങൾക്ക് എന്നെ അറിയാവുന്നിടത്തോളം എങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്നു അങ്ങനെ എടുത്തോളാം. അതായത് ചെയ്തു എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരു കാര്യമാണ് കേട്ടത്, തൃപ്തികരമായി ഞാനത് ചെയ്യും എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ, ഞാൻ തല്ലിയെന്നോ അല്ലെങ്കിൽ ഞാൻ കൊന്നുന്നോ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്തെന്നോ നിങ്ങൾ എന്താണോ കേൾക്കുന്നത് അത് നിങ്ങൾക്ക് നിങ്ങളെ മനസാക്ഷി പോലെ എടുക്കാം. എനിക്ക് യാതൊരു പ്രശ്നമാകില്ല. കാരണം നമ്മൾ തെളിയിക്കാൻ വേണ്ടിയിട്ട് ന്യായീകരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ നമ്മൾ വീണ്ടും പ്രതിയാകുക ചെയ്യുന്നത്, നാണം കിടുകയാണ് ചെയ്യുക നമ്മൾ. അതുകൊണ്ട് ഞാൻ എൻ്റെ മക്കളുടെ അടുത്തും പറഞ്ഞു കൊടുത്തുള്ളതാണ്, നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ പരമാവധി മൗനം പാലിച്ചോളാം. കാലം അതിന് മറുപടി നിശ്ചയമായും കൊടുത്തിരിക്കും, ഉറപ്പാണ്. ഞാനതിൽ വിശ്വസിക്കുന്നുണ്ട്. ഇക്കൈനെ ഈ ഒരു കാലഘട്ടത്തിൽ ഇപ്പൊ ഒരുപാട് റാപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇക്കയ്ക്ക് ഭയങ്കര പേഴ്സണൽ ഫേവറേറ്റ് അല്ലെങ്കിൽ റിപ്പീറ്റ് മോഡായിട്ട് ഇക്ക കേൾക്കുന്ന ഏത് ഒരു ഇൻഡിപെൻഡന്റ് മ്യൂസീഷ്യന്റെ സോങ് ആണ്? ബാക്കി ഒരുപാട് ഗായകരുണ്ട്, അതല്ല, ഇക്കയും ഒരു ഇൻഡിപെൻഡന്റ് മ്യൂസിക് അല്ലെങ്കിൽ മ്യൂസീഷ്യൻ എന്ന രീതിയിൽ കടന്നു വന്നോണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഒരു ഫേവറേറ്റ് ഒരു നിലവിലുള്ള ഒരാളെ പറയാൻ പറ്റൂ? അല്ല, ഇക്കയ്ക്ക് ഇഷ്ടമുള്ള എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള എല്ലാ ആൾക്കാരെയും പറഞ്ഞു. ഏറ്റവും ഫേവറേറ്റ് വേടനാണ്. അതില് കാര്യം ഡാപ്സിന് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ആളാണ്. ഈ ഡാപ്സിന് കുറെ ട്യൂണുകളും വരികളും ഒക്കെ നല്ല കഴിവുള്ള കുറെ സാധനം. വേടൻ ഞാനൊക്കെ അല്ലെങ്കിൽ നമ്മളൊക്കെ പലരും പറയാൻ ഭയപ്പെട്ട് നിന്ന കുറെ കാര്യങ്ങളെ ഉത്ബോധന രീതിയിൽ പറഞ്ഞു. അപ്പൊ ചില സുഹൃത്തുക്കൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇന്നിപ്പോ അങ്ങനത്തെ ജാതീയത ഇതൊന്നും എവിടെ ഇല്ല. ഞാൻ പറഞ്ഞു, ഈ സമൂഹത്തിൽ നമ്മളൊന്നും പോകുന്ന പോലെ പോവാത്തോണ്ടും എവിടെ അനുഭവം ഇല്ലാത്തോണ്ടും, അല്ലാണ്ട് ഇതില്ലാണ്ടല്ല. ഇത് നിങ്ങൾക്ക് എവിടെ നിങ്ങൾ തൊഴിൽ മേഖല നോക്കിയാലും കലാമേഖല എടുത്താലും എവിടെ നോക്കി സോഷ്യൽ മീഡിയ തുറന്നാൽ മതി. നമ്മൾ പണ്ട് ലാലേട്ടനെയും മമ്മൂക്കാനെയും കാണുന്നത് ലാലേട്ടൻ മമ്മൂക്ക പടം ഇറങ്ങി അവരുടെ കഥാപാത്രത്തെ കുറിച്ചും എല്ലാത്തിനും പെർഫോമൻസിനെ കുറിച്ചും. ഇന്ന് അതല്ല. ഇന്നാള് കോയ കാക്ക എന്നെല്ലാം പറഞ്ഞിട്ട് മമ്മൂക്കാനെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പുറത്ത് സംഗീ എന്ന് പറഞ്ഞിട്ട് ലാലേട്ടനെ കണ്ടു കഴിഞ്ഞാൽ എന്തിനാണ് ഈ വൃത്തികെട്ട പരിപാടി എടുത്തു വെക്കുന്നത്? കലാകാരന്മാരെ പോലും അങ്ങനെ സോഷ്യൽ മീഡിയക്കകത്ത് പോലും ഈ വിവേചനമുണ്ട്. ആ വിവേചനം എവിടെ നിന്നാണ് കുത്തിവെക്കപ്പെടുന്നത്? അതിന്റെ അടിവേരിനെ കുറിച്ചാണ് വേടനെ പോലുള്ള ആളുകൾ പാട്ട് എഴുതിക്കൊണ്ടിരിക്കുന്നത്. കാലം മുമ്പേ പലരും എഴുതിയിട്ടുണ്ട് ഇത്. അപ്പം പുതിയ കാലത്ത് ചെറിയ പ്രായത്തിൽ അവന് അത്രയും പറയാനുള്ള ഗട്സ് ഉണ്ടായി, അല്ലെങ്കിൽ അത് കുറെ എന്താ പറയാ മനസ്സുകളിലേക്ക് എത്തിക്കാനും ചിന്തിക്കാനും. അതുകൊണ്ട് സംസ്ഥാന അവാർഡ് വെറുതെ കൊടുത്തല്ലോ. എന്താണ് കൈതപ്രം സാറ് പറഞ്ഞ്, ഞാൻ നിങ്ങൾ സ്വഭാവ സർട്ടിഫിക്കറ്റിനല്ല ഞാൻ മാർക്ക് ഇടുന്നത്. അദ്ദേഹം എഴുതിയതിൽ കവിതയുണ്ട്. കവിത ഉണ്ട് എന്ന് പറഞ്ഞാൽ സാമൂഹ്യ പ്രതിബദ്ധത ഉണ്ടാകുന്നതിനാ കവിത എന്ന് പറയാം. അതായത് എനിക്ക് മാത്രം സുഖം തോന്നുന്ന ഒരു സാധനത്തിനല്ല ഞാൻ പാട്ടുന്ന കവിത എന്ന് വിലയിരുത്തേണ്ടത്. മറ്റൊരാൾക്ക് കൂടെ അത് സമൂഹത്തിലേക്ക് ഉപകരിക്കുമ്പോൾ, അല്ലെങ്കിൽ മറ്റൊരാളുടെ കൂടെ വാക്ക് അല്ലെങ്കിൽ അവരുടെ കൂടെ നാവായിട്ടാണ് നമ്മളെ പേന ചലിക്കുന്നതെങ്കിൽ
അതാണ് അവരുടെ മനസ്സും കൂടെ പറയാൻ ഉദ്ദേശിച്ചതാണ്. അതാണ് ഈ വോയിസ് ഓഫ് വോയിസ്ലെസ് എന്ന് പറയുന്ന സാധനം. മിണ്ടാൻ പറ്റാത്തവരുടെ വാക്കാണ് ശരിക്കും വേടൻ. കണ്ടിട്ടില്ല ഞാൻ. പുള്ളി ഒരു ഖത്തറിൽ അങ്ങനെ ഇരുന്നിട്ട് ഒരു ഇതിൽ വീഡിയോയിൽ പറയുന്നുണ്ട്, ഭക്ഷണം കഴിക്കുമ്പോ എന്നെ കുറിച്ച് ആരോ ഒന്ന് ചോദിച്ചപ്പോ, അയ്യോ ഷാഫിക്ക അത് ആൽബത്തിന്റെ കിങ് ആണ് പുള്ളി, മറ്റേ ഇത് പറയുന്നുണ്ട് പുള്ളി. ഞാൻ ഇരിങ്ങാലക്കുടയില് 9ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഞാൻ ഇരിങ്ങാലക്കുടയിൽ ഒരു പുള്ളിയുടെ പ്രോഗ്രാമിന് പോയിട്ട് ആ തൃശ്ശൂർ സ്ലാങ്ങിൽ നല്ല രസമുണ്ട് കേൾക്കാൻ, വളരെ നിഷ്കളങ്കമായിട്ട് പറയാ, പാവണ്ണ ആള്. എന്നിട്ട് ഈ അങ്ങനെ ടിക്കറ്റിന് വേണ്ടി തല്ലൊക്കെ കൂടിയിട്ട് ഞങ്ങൾ പോയി കണ്ടിട്ടുള്ള ആളാണ്. അതുകൊണ്ട് നേരിട്ട് പുള്ളിയുടെ വീട്ടിൽ പോയി കാണണം, അതാണ് അതിന്റെ റെസ്പെക്ട് എന്നൊക്കെ പറഞ്ഞു. എന്നെ വിളിച്ച് സംസാരിച്ചു. അതായത് കൊയിലാണ്ടിയിൽ 24-ാം തീയതി പിന്നെ SR3 എന്ന് പറയുന്ന ഒരു ടീമിന്റെ ബാനറിൽ വേടം വരുന്നുണ്ട്, വേട്ടക്കളം എന്ന് പറഞ്ഞിട്ട്. പറ്റാവുന്നവരൊക്കെ വന്നോട്ടെ. അപ്പൊ ഈ ആ പരിപാടിയായിട്ട് ബന്ധപ്പെട്ട് നാട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പൊ എന്റെ അടുത്ത് വിളിച്ച് ഞാനിങ്ങനെ വരുന്നുണ്ട് കേട്ടോ ചേട്ടാ എന്നൊക്കെ പറഞ്ഞു. ഞാനും വേടനാന്ന് പറഞ്ഞപ്പോ ഞാൻ ഒരു നിമിഷം ഉണ്ടല്ലോ ഇപ്പൊ. അപ്പൊ എന്റെ അടുത്ത് എന്റെ മോൻ പറഞ്ഞു, പണ്ട് നിങ്ങൾ വിളിച്ചപ്പോ അല്ലെ നിങ്ങളെ കോള് കിട്ടുമ്പോ ഒക്കെ പലർക്കും ഉണ്ടായിട്ട് അനുഭവം ഇതായിരിക്കും, പക്ഷെ ഞാനത് സമ്മതിച്ചു കൊടുക്കുക. ഞാൻ പറയും എന്ത് അത്ഭുതം, സാധാരണയല്ലേ ഒരുപാട് ആൾക്കാർ പാടുന്നു, ഞാൻ ഈ തൊഴിൽ ചെയ്യുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞ് അവരെ നിരുത്സാഹപ്പെടുത്തി കളയും. അപ്പൊ എന്നോട് പറയാം ഇപ്പോഴോ നിങ്ങൾ ഇങ്ങനെ ആയില്ലേ, കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാള് കോൾ ചെയ്യുമ്പോ നമുക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷം. ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ അല്ലെ, നമ്മൾ ആരാധിക്കുന്ന ഒരു വ്യക്തി വലുതും വയസ്സിലല്ല പ്രവൃത്തിയിലാണ് നമ്മൾ. എന്റെ ഹസ്ബൻഡിന് ഫേവറേറ്റ് ആയിട്ട് ഒരു പാട്ടാണ് ചക്കര ചുണ്ടിൽ, അത് പാടിപ്പിക്കാതെ നീ വരരുതെന്ന് പറഞ്ഞുകൊണ്ട് ലാസ്റ്റ് ആയിട്ട് ആ പാട്ടും കൂടെ പാടി നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. കണ്ട നിമിഷം മനസ്സിനുള്ളിൽ താളമായി നിന്റെ കൂടെ കഴിയാൻ ഉള്ളിനുള്ളിൽ ദാഹമായി, ഒരു കാലമെങ്കിലും ഒരു നേരമെങ്കിലും നീ കൂടെയുണ്ടെങ്കിൽ എന്തൊരു രസമാ, ചക്കര ചുണ്ടിൽ തേച്ചു വച്ചൊരു പുഞ്ചിരി എന്മിഴിക്കോണേ നോക്കി നിന്നൊരു സുന്ദരി, ചൊല്ലുമോ നീ ഏതാ, പറയുമോ പേരെന്താ, അഴകേ അഴകേ തളിരേ കുളിരേ, അഴകേ അഴകേ തളിരേ കുളിരേ. ഇത് ലത്തീഫ് എന്ന് പറഞ്ഞ തളിപ്പറമ്പുള്ള ഒരു മനുഷ്യൻ എഴുതിയതാണ്. ട്യൂണ് നിസാം തളിപ്പറമ്പ്, തളിപ്പറമ്പുകാരാണ്. അവരുടെ പാട്ടാണ്.